ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന നാളെ സ്വിറ്റ്സർലൻഡ് നേരിടാൻ പോവുകയാണ്. അർജന്റീനയെ തളയ്ക്കാനുള്ള പ്രാപ്തി തങ്ങൾക്കുണ്ട് എന്നാണ് സ്വിസ് കോച്ചിന്റെ അവകാശവാദം. രാവിലെ 6:30 കൻസാസ് സിറ്റിയിലാണ് അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഈജിപ്തിന് മുന്നിൽ വിറച്ച അർജന്റീനയ്ക്ക് തിരുത്താനേറെയുണ്ട്. 2-0 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമാം വിധം തിരിച്ചെത്തിയാണ് അർജന്റീന ക്വാർട്ടറിലെത്തിയത്. ലയണൽ മെസ്സി നിറമങ്ങിയാൽ എന്താണ് അടുത്ത പദ്ധതിയെന്ന് അർജന്റീനയ്ക്ക് ധാരണയില്ല എന്ന് ബോധ്യപ്പെടുത്തി ഈജിപ്ത്. എന്നാൽ അതേ മെസ്സി തന്നെ സർവ്വകൂട്ടും തകർത്ത് പുറത്തു വന്നു എന്നത് യാഥാർത്ഥ്യം. വിങ്ങുകളിലൂടെ കൂടുതൽ ശ്രമങ്ങൾ വന്നു തുടങ്ങി എന്നതും അർജന്റീനയ്ക്ക് പ്രതീക്ഷ കൂട്ടുന്നു. കൊളംബിയയെ പിടിച്ചുകെട്ടിയ സ്വിസ് പ്രതിരോധം ഭേദിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. 1954 ശേഷം ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലൻഡ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. പ്രതിരോധിച്ചു നിൽക്കുക, അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ ആക്രമിക്കുക. സ്വിസ് തന്ത്രം മറ്റൊന്നാകില്ല. ബ്രീൽ എംബോളയുടെ കരുത്ത് അർജന്റീന പ്രതിരോധത്തെ പരീക്ഷിക്കുമെന്നുറപ്പ്. ഈജിപ്ത് തുറന്നുകാട്ടിയ പിഴവുകൾ മുതലാക്കുമെന്നാണ് സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകന്റെ പ്രഖ്യാപനം. കൊളംബിയയെ തടുത്തിട്ട ഗോൾ കീപ്പർ ഗ്രെഗോർ കൊബേലിന് മെസ്സിയെ വഴിമുടക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. സാക്ക് നയിക്കുന്ന മിഡ്ഫീൽഡ് കുറച്ചുകൂടി ക്രിയാത്മകമായാൽ കോച്ച് പറയും പോലെ അർജന്റീനയെ വിറപ്പിക്കാം. കൻസാസ് സിറ്റിയിൽ ഇതിനോടകം 2 മത്സരങ്ങൾ കളിച്ച അർജന്റീനയ്ക്ക് വേദി കൂടുതൽ പരിചിതമാണ്. അർജന്റീനയെ ഇതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വിറ്റ്സർലൻഡിന്. 7 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 5ലും അർജന്റീന ജയിച്ചു. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലാണ് ഇരു ടീമും ലോകവേദിയിൽ അവസാനമായി ഏറ്റുമുട്ടിയത്. അന്ന് എക്സ്ട്രാ ടൈമിൽ ഏൻഹൽ ഡീമിനയുടെ ഗോളിലാണ് അർജന്റീന രക്ഷപ്പെട്ടത്. അന്നത്തേതിന് സമാനമായൊരു പോരാട്ടമാണ് സ്വിസ് ടീം ലക്ഷ്യം വെക്കുന്നതും. എന്നാൽ 1ാം റാങ്കുകാരെ 19ാം സ്ഥാനക്കാർക്ക് എത്രത്തോളം തടഞ്ഞുവെക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.